ഹലോ എവരിവൺ, ഇറ്റ്സ് മീ ജേക്ക് ഇൻ ഫ്രണ്ട് ഓഫ് യു. ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ എന്തിനാൻ വന്നതെന്ന് നിങ്ങളെവരും ചിന്തിക്കുന്നുണ്ടാവും അല്ലേ? കാരണം നീറ്റ് എടുക്കാനായി പിള്ളേരെ കുറച്ച് നാളേ ഉള്ളൂ നീറ്റിന്. ഇനി ഒരു 40-45 ദിവസം ഉണ്ടാകും കൂടി വന്നാൽ. അപ്പോൾ ഇനി ഇത്ര ദിവസമേ ഉള്ളൂ നമ്മുടെ മുന്നിൽ. ആൻഡ് നമ്മൾ കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത് പല കാറ്റഗറിയിലുള്ള സ്റ്റുഡൻസ് ആയിട്ടാണ്. ചിലവർ 3 കൊല്ലമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടാവും, ചിലവർ 2 കൊല്ലമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടാവും, ചിലവർ 1 കൊല്ലമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടാവും, ചിലർ വെറും 1, 2, 3 മാസങ്ങൾ മാത്രം നീറ്റിന് വേണ്ടി മാറ്റി വെച്ചുകൊണ്ട് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടാവും അല്ലേ? എന്നാൽ നമ്മൾ ഈ നീറ്റിന് അടുക്കുമ്പോൾ ഈ കാലഘട്ടത്തിൽ പലരും ഒരു നീറ്റ് എഴുതിയെടുക്കാൻ വേണ്ടി ഉള്ളൊരു വലിയൊരു ഓപ്ഷനായിട്ട് കാണുന്നത് എന്താണ്? നമ്മളെ നീറ്റിൻ്റെ ക്രാഷ് കോഴ്സസ് ആണ് അല്ലേ? ക്രാഷ് കോഴ്സസ് പഠിച്ചാൽ, ക്രാഷ് കോഴ്സസ് ചേർന്നാൽ അഡ്മിഷൻ കിട്ടോ ഇല്ലയോ, നന്നായി നീറ്റിന് സ്കോർ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നതൊക്കെ പലരുടെയും കൺഫ്യൂഷനാണ് അല്ലേ? എന്നാൽ ഞാൻ പറയട്ടെ, ക്രാഷ് കോഴ്സിന് ചേർന്നാൽ നല്ലൊരു മാർക്ക് നീറ്റിന് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾ പറയും, ഇതെല്ലാവരും പറയുന്നതാണല്ലോ, എല്ലാ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സും പറയുന്നതാണ് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെന്ന്. ബട്ട് ഇവിടെ ഈ വാചകത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മൊത്തം പഠിച്ചിട്ടല്ല, ഈ ഒരു മാസം 1.5 മാസം കൊണ്ട് മൊത്തം പഠിച്ചുകൊണ്ടല്ല നമ്മൾ നല്ല മാർക്ക് സ്കോർ ചെയ്യേണ്ടത്. നല്ല സ്ട്രാറ്റജിക്കലി പ്ലാൻ ചെയ്തുകൊണ്ട്, നല്ല എഫിഷ്യൻ്റ്ലി പഠിച്ചുകൊണ്ടാണ് നമ്മൾ മാർക്ക് സ്കോർ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എങ്ങനെയാണ് ഇങ്ങനെ പഠിക്കാൻ പറ്റുക? ഈ ക്രാഷ് കോഴ്സിന് എങ്ങനെയാണ് നമ്മൾ പഠിച്ച് നല്ല മാർക്ക് സ്കോർ ചെയ്യുക? വളരെ സിമ്പിളാണ്. ഇപ്പോൾ ക്രാഷ് കോഴ്സിന് നിങ്ങൾ ചേരുകയാണ്, ഇപ്പോൾ ഡോപ്പയിൽ തന്നെ നിങ്ങൾ ചേരുകയാണെന്ന് വിചാരിച്ചോ. ഞാൻ പറയുന്നു, നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കണം. മെയിൻലി ബയോളജി കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരു പ്രാവശ്യം എന്തായാലും നന്നായി ഇരുന്നു കൊണ്ട് ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ വായിക്കണം. വായിക്കാതിരിക്കരുത്, ഒരു പ്രാവശ്യമെങ്കിലും മിനിമം വായിക്കണം. ഓക്കെ, അപ്പോൾ അടുത്ത ഡൗട്ട്, ഈ ഒരു പ്രാവശ്യം വായിച്ചാൽ മെമ്മറി പവർ ഉണ്ടാകുമോ? ഞാൻ പറയും, മെമ്മറി പവർ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം വെച്ചാൽ റിപ്പീറ്റഡ് റീഡിംഗ് ആണ് നമ്മളെ ഷോർട്ട് ടൈം മെമ്മറിയെ ലോങ് ടൈം മെമ്മറിയായി മാറ്റുന്നത് അല്ലേ? നമ്മൾ ഒരു സാധനം വായിച്ചു കഴിഞ്ഞാൽ 3 ദിവസത്തിനുള്ളിൽ തന്നെ പിന്നെയും അത് റിപ്പീറ്റഡ്ലി വായിക്കണമെന്നാണ് എല്ലാവരും പറയാറ്. ഈ നീറ്റിൻ്റെ കോച്ചിങ് ടൈമിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം അതാണ്. ബട്ട് നമ്മൾ ഈ ക്രാഷ് ടൈമിൽ അതിനുള്ള ടൈം ഇല്ല, നമ്മളുടെ കയ്യിൽ അതിനുള്ള ടൈം ഇല്ല. ഒരു ടെക്സ്റ്റ് ബുക്ക് വായിച്ചു, ഒരു പ്രാവശ്യം വായിച്ചു, നല്ല ഇരുന്ന് വായിച്ചു, ആ കാര്യം പിന്നെയും ആ ടെക്സ്റ്റ് ബുക്കിനെ റിവൈസ് ചെയ്യാനുള്ള ടൈം വളരെ കുറവാണ്. പല സ്റ്റുഡൻസും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണിത്. സോ ആ ഒരു പ്രോബ്ലം ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്യാപ്സ്യൂൾ ഇറക്കുന്നത്. എന്താണ് ക്യാപ്സ്യൂൾ? വളരെ കൺസൈസ് ആയിട്ട് നമ്മളെ ചാപ്റ്ററിൽ പഠിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് വളരെ കളർഫുൾ ആയിട്ട് വിത്ത് ഡയഗ്രാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഒരു സ്റ്റഡി മെറ്റീരിയലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ടെക്സ്റ്റ് ബുക്ക് നമുക്കൊരു പ്രാവശ്യമേ വായിക്കാനുള്ള ടൈമുള്ളൂ. ആൻഡ് ബാക്കി റിവിഷനാണ്. റിവൈസ് നമ്മൾ ചെയ്യാൻ വേണ്ടി, ഒരു ചാപ്റ്റർ വായിച്ചു കഴിഞ്ഞ് മനസ്സിരുത്തി വായിച്ചു കഴിഞ്ഞ് റിവൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ട മെറ്റീരിയലാണ് എന്ത്? ക്യാപ്സ്യൂൾ. ഇതിൽ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എല്ലാം ഉണ്ട്. ഇപ്പോൾ ഒരു ചാപ്റ്റർ വായിച്ചു, ഞാൻ ഇന്ന് വായിച്ചു, 3 ദിവസത്തിനുള്ളിൽ അത് റിവൈസ് ചെയ്യണം. റിവൈസ് ചെയ്യാൻ വേണ്ടി എൻ്റെ ഒപ്പീനിയൻ ക്യാപ്സ്യൂൾ വായിക്കണം എന്നാണ്. അതായത് ആ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എല്ലാം ക്യാപ്സ്യൂളിലുണ്ട്. ആൻഡ് അറ്റ് സെയിം ടൈം നമ്മൾ ഈ ക്യാപ്സ്യൂൾ ഒന്നും കൂടി 3 ദിവസത്തിനുള്ളിൽ വായിക്കുമ്പോൾ ആ ചാപ്റ്ററിൽ ഈ ക്യാപ്സ്യൂൾ ഇല്ലാത്ത പോയിന്റ്സ് എല്ലാം നമ്മളെ മനസ്സിൽ ഒന്നും കൂടി വരും. പിന്നീട് അത് ഉറയ്ക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? ഈ ഷോർട്ട് ടൈം മെമ്മറി ലോങ് ടൈം മെമ്മറിയായി നമ്മൾ മാറ്റാൻ പോവുകയാണ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് ടെക്സ്റ്റ് ബുക്ക് ആൻഡ് ദിസ് ക്യാപ്സ്യൂൾ. മനസ്സിലായോ? രണ്ടും എങ്ങനെ എഫിഷ്യൻ്റ് ആയിട്ട് ഉപയോഗിക്കണമെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നത്. ക്ലിയർ ആയല്ലോ? നമ്മൾ ഈ ക്രാഷ് പീരീഡിൽ നമ്മൾ എത്രത്തോളം പഠിക്കുന്നു എന്നതിലല്ല, അതായത് എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്നു എന്നതിലല്ല, എത്രത്തോളം സ്മാർട്ട് വർക്ക് ചെയ്യുന്നു എന്നതിലാണ് കാര്യം. പറഞ്ഞത് മനസ്സിലായോ? അതായത് ഫിസിക്സിൻ്റെ കാര്യത്തിലായാൽ ഞാൻ പറയുന്നു, തിയറി പഠിക്കാൻ വേണ്ടി ടെക്സ്റ്റ് ബുക്ക് വായിക്കാൻ നിൽക്കരുത്, ടൈമില്ല. നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പോൾ ക്രാഷ് കോഴ്സ് ഡോപ്പ ക്രാഷ് കോഴ്സിൻ്റെ വീഡിയോസ് കാണാം. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഡോപ്പ ഈസ് പ്രൊവൈഡിങ് യു വിത്ത് കോംബി സെഷൻസ് അല്ലേ? ആ കോംബി സെഷൻസിൻ്റെ വീഡിയോസ് കാണാം. കോൺസെപ്റ്റ് തറവാക്കി മനസ്സിലാക്കാം. ആൻഡ് അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം? ആ കോൺസെപ്റ്റ്സ് എല്ലാം റിവൈസ് ചെയ്യുവാൻ വേണ്ടി ക്യാപ്സ്യൂൾ റെഫർ ചെയ്യുക.
ഇതിൻ്റെ അകത്ത് വളരെ കൺസൈസ് ആയിട്ട് 2-3 പേജുകളിൽ 2 പേജസിലൊക്കെ ഈ ഫുൾ ചാപ്റ്റർ കൺസൈസ്ഡ് ആയിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഈ ക്യാപ്സ്യൂൾ ഉപയോഗിച്ചുകൊണ്ട് അത് റിവൈസ് ചെയ്യുക. പിന്നെ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് കാണുവാനും ചെയ്യുവാനും ശ്രമിക്കുക. മനസ്സിലായില്ലേ? നമ്മൾ എത്രത്തോളം ക്വസ്റ്റ്യൻസ് കാണുന്നോ, എത്രത്തോളം ക്വസ്റ്റ്യൻസ് ചെയ്യുന്നോ, അതാണ് ആ ഒരു നമ്മളുടെ സ്മാർട്ട് വർക്കാണ്. ആ ഒരു സ്മാർട്ട് വർക്കല്ല, ആ ഒരു നമ്മുടെ വർക്കാണ് നമ്മുടെ നീറ്റിൻ്റെ സ്കോർ നിർണ്ണയിക്കുക. മനസ്സിലായില്ലേ? അല്ലാതെ എത്രത്തോളം തിയറി പഠിച്ചു എന്നതിലല്ല ഫിസിക്സിൻ്റെ കാര്യത്തിൽ. എത്രത്തോളം ക്വസ്റ്റ്യൻസ് ചെയ്തു, എത്രത്തോളം കോൺസെപ്റ്റ്സ് മനസ്സിലാക്കി എന്നതിലാണ് കാര്യം. ആൻഡ് ഫിസിക്സ് കഴിഞ്ഞു. ഫിസിക്സ് ഇങ്ങനെയാണ് പഠിക്കുക. തിയറിയിൽ അധികം ടൈം കളയരുത്, ക്വസ്റ്റ്യൻസിൽ കൂടുതൽ ടൈം കളയുക. ആൻഡ് കെമിസ്ട്രി എന്ത് ചെയ്യും? കെമിസ്ട്രി ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ കൂടുതൽ പലർക്കും പറ്റുന്ന തെറ്റാണ് ഓർഗാനിക് പിന്നെയും ഇരുന്ന് ടെസ്റ്റ് വായിക്കും. ആൻഡ് അറ്റ് സെയിം ടൈം ഫിസിക്കൽ കെമിസ്ട്രി പിന്നെയും ഇരുന്ന് ടെക്സ്റ്റ് വായിക്കും. ബട്ട് ടെസ്റ്റ് കൂടുതൽ ടൈം വായിക്കേണ്ട ഒരേ ഒരു ഭാഗമേ ഉള്ളൂ കെമിസ്ട്രിയിൽ. അത് ഇൻഓർഗാനിക് കെമിസ്ട്രിയാണ്. ഇൻഓർഗാനിക് കെമിസ്ട്രി നമ്മൾ വായിച്ചാലും മറന്നു പോകുന്ന ഒരു കാര്യമാണ്. ആൻഡ് അറ്റ് സെയിം ടൈം ടെസ്റ്റിൽ കുറേ പോയിന്റ്സും ഉണ്ട്. അത് നമ്മൾ വായിച്ച് തറവാക്കണം. ബട്ട് ഓർഗാനിക്കിൻ്റെയും ഫിസിക്കൽ കെമിസ്ട്രിയുടെയും കാര്യത്തിൽ നമ്മൾ കൂടുതലും ഈ ക്രാഷിൻ്റെ ടൈമിൽ റിലേ ചെയ്യേണ്ടത് നമ്മളെ ഷോർട്ട് നോട്ട്സ്. സോ അടുത്ത ഡൗട്ട്, ഇനി ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കാൻ ടൈമില്ലല്ലോ. അതിനു വേണ്ടിയാണ് നമ്മളുടെ ക്യാപ്സ്യൂളിൻ്റെ ഇമ്പോർട്ടൻസ് ഞാൻ പിന്നെയും പറയുന്നത്. ഇതിൽ ഷോർട്ട് നോട്ട്സ് എല്ലാം വളരെ കൺസൈസ് ആയിട്ട് വളരെ നന്നായി പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്, വളരെ ഹാൻഡ് റിട്ടൺ ആയിട്ട് തന്നെ. ഓക്കെ, ഈ ക്യാപ്സ്യൂൾ എന്ന് പറയുന്ന ഈ ഷോർട്ട് നോട്ട് ബുക്ക് വളരെ നന്നായി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്താൽ മക്കളെ നിങ്ങൾക്ക് എന്ത് വന്നാലും കെമിസ്ട്രിയിൽ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഞാൻ പറയുന്നു ഇൻഓർഗാനിക് കൂടുതൽ ടെസ്റ്റ് റെഫർ ചെയ്യാം. ആൻഡ് അറ്റ് സെയിം ടൈം ഓർഗാനിക് ആൻഡ് ഫിസിക്കൽ കെമിസ്ട്രി കൂടുതൽ ഷോർട്ട് നോട്ട്സ് ഓർ ദിസ് ക്യാപ്സ്യൂൾ നിങ്ങൾ കൂടുതൽ വായിച്ച് പഠിക്കുക. മനസ്സിലായില്ലേ? ഇങ്ങനെയാണ് നമ്മൾ കെമിസ്ട്രിയെ അപ്രോച്ച് ചെയ്യേണ്ടത്. ഓക്കെ, കെമിസ്ട്രിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫിസിക്സിൻ്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ തന്നെ കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മൾ കാണാൻ നോക്കുക. ഫിസിക്കൽ കെമിസ്ട്രി ആൻഡ് ഓർഗാനിക് കെമിസ്ട്രിയുടെ കാര്യത്തിൽ അധികം ടൈം ടെക്സ്റ്റ് ബുക്കിൽ കളയാതെ ക്യാപ്സ്യൂൾ പഠിച്ചുകൊണ്ട് കൂടുതൽ ക്വസ്റ്റ്യൻസ് കാണുകയും കൂടുതൽ കോൺസെപ്റ്റ്സ് മനസ്സിലാക്കുകയും ചെയ്യുക. ഓക്കെ, ഇനി അടുത്തത് വരുന്നതാണ് ബയോളജി എങ്ങനെ പഠിക്കും നമ്മൾ? ബയോളജി എല്ലാവർക്കും അറിയുന്നതാണ്. NCERT തറവാക്കിയാൽ മാത്രമേ നീറ്റിന് നന്നായി സ്കോർ ചെയ്യാൻ പറ്റുകയുള്ളൂ. ആൻഡ് NCERT ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു പ്രാവശ്യം വായിച്ചുകൊണ്ട് ഒന്നും ആവില്ല. ഒരു പ്രാവശ്യം വായിച്ചുകൊണ്ട് നമുക്കൊന്നും തലയിൽ റിറ്റെയിൻ ചെയ്യണമെന്നില്ല. അതായത് ലോങ് ടൈം ആയിട്ട് തലയിൽ അധികം റിറ്റെയിൻ ചെയ്യണമെന്നില്ല. അപ്പോൾ അതിനും നമ്മൾ എന്താണ് ചെയ്യുക? ആദ്യം ടെക്സ്റ്റ് ബുക്ക് തറവായിട്ട് വായിക്കുക. പിന്നീട് അടുത്ത 3 ദിവസത്തിനുള്ളിൽ തന്നെ ആ ചാപ്റ്റർ റിവൈസ് ചെയ്യാൻ നോക്കുക. അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കും, ടെക്സ്റ്റ് ബുക്കിൽ കുറേ വാസ്റ്റ് ആണല്ലോ ടോപ്പിക്സ്, അപ്പോൾ എങ്ങനെ അത് പിന്നെ റിവൈസ് ചെയ്യുമെന്ന്. റിവൈസ് ചെയ്യാൻ വേണ്ടി ഡോപ്പ നിങ്ങളുടെ മുന്നിൽ ബയോളജി ക്യാപ്സ്യൂൾ 4.0 പ്രസൻറ്റ് ചെയ്യുകയാണ്. നിങ്ങളൊരു ചാപ്റ്റർ പഠിച്ചോ, പിന്നീട് അടുത്ത ദിവസം അടുത്ത ദിവസം എന്ത് ചെയ്യുക? ക്യാപ്സ്യൂൾ എടുത്ത് ആ ചാപ്റ്റർ ഒന്ന് വായിക്കുക. അപ്പോൾ അതിലെ പോയിന്റ്സ് എല്ലാം ഒന്നും കൂടി തലയിലൂടെ കടന്നു പോവുകയും അതൊക്കെ കൂടുതൽ നാൾ റിറ്റെയിൻ ചെയ്യുകയും ചെയ്യും. അങ്ങനെ റിവിഷന് വേണ്ടി ബേസിക്കലി അടിപൊളിയായിട്ട് നിങ്ങൾ ഈ ക്യാപ്സ്യൂൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മക്കളെ എന്തായാലും നല്ലൊരു മാർക്ക് നീറ്റിന് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ പറഞ്ഞതൊക്കെ ഒന്നുകൂടി കൺസൈസ് ആയിട്ട് പറയുകയാണ്. ഫിസിക്സിൻ്റെ കാര്യത്തിൽ നമ്മളെ ക്രാഷ് കോഴ്സിൻ്റെ വീഡിയോസോ അല്ലെങ്കിൽ കോംബി വീഡിയോസോ നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട്. ഓക്കെ, അതൊക്കെ കണ്ട് കോൺസെപ്റ്റ്സ് പക്കയാക്കുക. ആൻഡ് അത് കഴിഞ്ഞിട്ട് ആ കോൺസെപ്റ്റ്സ് ഒക്കെ ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുക? നമ്മുടെ ക്യാപ്സ്യൂൾ നോക്കുക. ആ കോൺസെപ്റ്റ്സ് ഒന്ന് റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തിയറിക്ക് അധികം ടൈം കളയരുത്. കൂടുതൽ ക്വസ്റ്റ്യൻസ് കാണാൻ നോക്കുക, കൂടുതൽ കോൺസെപ്റ്റ്സ് മനസ്സിലാക്കാൻ നോക്കുക. ഓക്കെ, ആൻഡ് കെമിസ്ട്രിയുടെ കാര്യത്തിൽ എന്താ ചെയ്യേണ്ടത്? ഇൻഓർഗാനിക് കൂടുതൽ ടെസ്റ്റ് വായിക്കാൻ നോക്കുക. ഓർഗാനിക് ഒക്കെ എല്ലാ റിയാക്ഷൻസും ടെക്സ്റ്റ് ബുക്കിൻ്റെ എല്ലാ ഇമ്പോർട്ടൻറ്റ് റിയാക്ഷൻസും വളരെ കൺസൈസ് ആയിട്ട് വളരെ കളർഫുള്ളായിട്ട് വളരെ നന്നായി നമ്മുടെ ക്യാപ്സ്യൂളിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ കെമിസ്ട്രി ഓർഗാനിക്കും ഫിസിക്കൽ കെമിസ്ട്രിയും റിവൈസ് ചെയ്യുക. ആൻഡ് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നോക്കുക. ഓക്കെ, എന്തെങ്കിലും കോൺസെപ്റ്റ്സിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളെ യൂട്യൂബ് ചാനലിൽ വീഡിയോസ് അവൈലബിൾ ആണ് എല്ലാ ചാപ്റ്ററിൻ്റെ. ആ കോൺസെപ്റ്റ്സ് ഒക്കെ ആ വീഡിയോസ് കണ്ടൊന്ന് തറവാക്കുക. ഓക്കെ, തിയറിയിൽ അധികം ടൈം കളയാൻ നമുക്കില്ല. ഈ
ഫിസിക്കൽ കെമിസ്ട്രിയുടെയും ഓർഗാനിക്കിൻ്റെയും കാര്യത്തിലാണ്. തിയറി മീൻസ് ഞാൻ പറയുന്ന NCERT-യിൽ അധികം ടൈം കളയാൻ വേണ്ടി നമ്മുടെ കയ്യിലില്ല ടൈം. ഇൻഓർഗാനിക്കിൻ്റെ കേസിൽ ഞാൻ പറയും NCERT വായിക്കുക. ഓക്കെ, ഓർഗാനിക്കും ഫിസിക്കൽ കെമിസ്ട്രിയും കൂടുതൽ ക്യാപ്സ്യൂളിൽ റിലേ ചെയ്യുക. ഓക്കെ, ബയോളജിയുടെ കേസിൽ ഒരു പ്രാവശ്യം ടെസ്റ്റ് വായിക്കുക, പിന്നീട് റിവൈസ് ചെയ്യാൻ വേണ്ടി ക്യാപ്സ്യൂൾ ഉപയോഗിക്കുക. പിന്നെ ക്യാപ്സ്യൂളിൽ ഇല്ലാത്ത കുറച്ച് പോയിന്റ്സ് ഉണ്ടാവും ടെക്സ്റ്റ് ബുക്കിൽ എക്സ്ട്രാ ഉള്ളത്, അത് ക്യാപ്സ്യൂളിലൊന്ന് ജസ്റ്റ് പോയിന്റ് ഔട്ട് ചെയ്ത് എഴുതി വെക്കുക. എന്നിട്ട് കൂടുതൽ ക്വസ്റ്റ്യൻസ് കാണാൻ നോക്കുക, NCERT ബേസ്ഡ് ക്വസ്റ്റ്യൻസ് കൂടുതൽ ചെയ്യാൻ നോക്കുക. ഇങ്ങനെയൊക്കെ ചെയ്ത് പെർഫോം ചെയ്താൽ, അതായത് 3 ദിവസത്തിനുള്ളിൽ എല്ലാ ചാപ്റ്ററും ഇങ്ങനെ റിവൈസ് ചെയ്ത് പോയാൽ മക്കളെ ഉറപ്പാണ്, 100% ഗ്യാരണ്ടീഡ് ആണ്, നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് നീറ്റിന് സ്കോർ ചെയ്യാൻ പറ്റും, നല്ലൊരു മെഡിക്കൽ കോളേജിൽ നിങ്ങൾക്ക് കയറാൻ പറ്റും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ ഈ 1 മാസത്തെ 1.5 മാസത്തെ സ്റ്റഡി പ്ലാൻ വേണ്ടത്.